ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ കറി തയ്യാറാക്കാം. ഇത് ചെട്ടിനാട് സ്റ്റൈൽ കോളിഫ്ലവർ കറിയാണ്. നല്ല ടേസ്റ്റിയാണ് ഇതിന്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ചെറിയ ജീരകം, കുരുമുളക്, ഇത് 3ഉം കൂടി ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് 5ഓ 6ഓ ചുവന്നുള്ളി ചേർക്കാം. എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ചേർക്കരുത്, ചുവന്നുള്ളി തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് ഇതെല്ലാം ഒന്നുകൂടി മൂപ്പിക്കാം. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതാണ് ഈ കറിയിലേക്ക് വേണ്ട മസാല. ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് 2 സവാള കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാവും കുറച്ചുകൂടി നന്നാവുക. സവാള നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യണം. കോളിഫ്ലവർ ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള വെള്ളവും നമുക്കിതിൽ ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് വരെ നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇതിലിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് സ്റ്റൈല് കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമായി, എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായി. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും വരാം. ബൈ.